വീഡിയോസ്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ആയി നമ്മുടെ ബാക്കി വീഡിയോസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന് ശേഷം കുറേ യാത്ര പോയി. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഇവിടെ വയനാട് പോവുക. അത് ട്രെയിനാണ് പോകുന്നത്. ട്രെയിനല്ല സോറി, നമ്മൾ ഇവിടുന്ന് രാത്രി 10:30 കഴിഞ്ഞ് ബസ് നമുക്ക് അവിടുന്ന് വയനാട്ടുകാർ അവിടെ നമ്മുടെ ആളുകളുണ്ട്, അവിടുന്ന് നമുക്ക് ബുക്ക് ചെയ്ത് തന്ന് നമ്മൾ അവരുടെ അടുത്തോട്ട് പോവാം വയനാട്ടിൽ. അപ്പോൾ അവരുമായിട്ട് കുറച്ച് ദിവസം ഇനി വയനാട്ടിൽ കാണും നമ്മൾ. ഇന്ന് രാത്രി പോകും. പിന്നെ നാളെ രാവിലെ നമ്മുടെ 3001 വാപ്പയും കൂടെ പട്ടാമ്പിക്ക് പോകും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ യാത്ര ആണ്. നമ്മുടെ ഉണ്ണിക്കണ്ണെല്ലാം സെറ്റായിട്ടിരിക്കുക. എനിക്ക് മുഖം കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ എല്ലാം സെറ്റായിട്ടിരിക്കുക. നമുക്കിനി പോകണ്ടയാ. ഇവിടെ എല്ലാം അറിയാമല്ലോ, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. വണ്ടി കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവുക. ഇവിടെ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആവാറായി. അപ്പം ഒന്ന് ഇൻട്രോ ഒന്ന് എടുത്ത് വെച്ചേക്കാന്ന് വെച്ച്. കാരണം ഇന്നിപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിന് പോകാൻ പോകുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. നമ്മൾ നമ്മുടെ ഉണ്ണിക്കണ്ണനല്ലേ ഡിലക്സ്, പിന്നെ അടുത്തെല്ലാം നമ്മുടെ സ്പ്ലെൻഡറല്ലേ 3001. ഇപ്പം 3001 നമ്മൾ മലപ്പുറമൊക്കെ പോയായിരുന്നു. മലപ്പുറം പോയി നമ്മൾ ഡിലക്സിൽ പോയിട്ട് വന്നു. പിന്നെ അന്ന് രാത്രി തന്നെ വീണ്ടും 3001 പോയി. അപ്പോൾ യാത്രയാണ് മാഷാഅല്ലാഹ്. ഇന്നിപ്പോൾ നമുക്ക് വയനാട് പോകണം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ ഒരുപാടുണ്ട്. അത് പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഇടയ്ക്ക് സംഭവം കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടാനും പറ്റിയില്ല. അതിനും കുറച്ച് എന്താണെന്ന് അറിയത്തില്ല, മടിയാണ്. എന്തൊക്കെയോ സംതിങ് ഫിഷി, എവിടെ എന്തോ ഒരു തകരാറ് പോലെ. അപ്പോൾ കവി പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനൊന്നും അല്ലടാ, ഇവിടെ ഒരാൾ എന്തുവാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മറ്റേ യാത്രയിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീഡിയോസിന് സൗണ്ട് ഇല്ലയെന്നും ഇതൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റുകളുണ്ട്. മൈക്കുണ്ട് ഗൈസ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ മൈക്കെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഒന്നാമത് ബൈക്കിൽ പോകുമ്പം അത് അഴിഞ്ഞു പോയാൽ പോലും അറിയത്തില്ല. ആദ്യം എനിക്കൊരു അബദ്ധം പറ്റിയത്, ഇങ്ങനെ ഒരു യാത്രയിൽ നമ്മൾ മൈക്കൊക്കെ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് സംസാരിച്ച് പോയി. ഒരുപാട് നേരം കഴിഞ്ഞ് ഞാൻ എവിടെ ഒരു കടയിൽ നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കി മൈക്ക് എന്തേന്ന് കേൾക്കാം. എനിക്ക് മിസ്സായിപ്പോയി. ആ കുത്തുന്ന അതിൻ്റെ സാധനം, ഫോണിൽ കണക്ട് ചെയ്യുന്ന സാധനം മാത്രം അവസാനമായി. ഇനിയിപ്പം നമ്മൾ മറ്റേ ഇതിൻ്റെ മൈക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, അതുണ്ട്. അത് ഇതേപോലെ പേടിച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാത്ത. പിന്നെ നമ്മുടെ യാത്ര കൂടുതലും വണ്ടിയിൽ ബൈക്കിലായതുകൊണ്ട് അതിലെപ്പോഴും ഇങ്ങനെ വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് ഓരോ ഇത് കണ്ടെത്തണം. നമുക്ക് അതിനുള്ള വഴികളെല്ലാം ചെയ്യും. നമ്മൾ ഓരോരോ ഘട്ടമായിട്ട് അതിൻ്റെ മാറ്റങ്ങളെല്ലാം ഓരോന്നിലും വരുത്തുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചേഞ്ച് വരുത്തുന്നുണ്ട് ഞാൻ. പിന്നെ ഈ കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. ട്രാവൽ വ്ളോഗ് മാത്രമല്ലാതെയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ചെയ്യാനുള്ള സാഹചര്യം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വേണേലും ചെയ്യാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്ന. ഇത് ചെയ്യണം നമുക്കെല്ലാം. വണ്ടി വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി കഴിഞ്ഞാണ്. ഇവിടെ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നത്. നമ്മളിപ്പോൾ പോകും. നമ്മൾ ജൂപ്പിറ്ററിനകത്താണ്, അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നല്ല തിരക്കാട്ടോ. ഞങ്ങളൊക്കെ ഒരു ആക്സിഡൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ വഴി കൂടെ വണ്ടികളൊക്കെ പോകുന്നു. നമ്മുടെ സ്വന്തം ഷാൻ എങ്ങോട്ട് പോയിക്കടാ. നമ്മളോട് സാധനം മേടിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ പോകാൻ സമയമായി. എനിക്ക് 10:45 ബസ്. നമ്മൾ ബസ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എന്ത് ഒരുങ്ങി റെഡിയാക്കി ബാഗിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വാപ്പയെ കൊണ്ട് വണ്ടിക്കകത്ത് കാറിലെ കൊണ്ട് നമ്മുടെ 3001 കൊണ്ട് വിട്ട് തരും. അതിലത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഇറങ്ങുക. നമ്മളത് വണ്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടിയെല്ലാം നോക്കണം കേട്ടോ. നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട്. ഓക്കെ, ഓഫ് കോഴ്സ്. നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി വാപ്പി വണ്ടി ഇറക്കുക. അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കായംകുളത്തെ നൈറ്റ് നമ്മുടെ 3001 നടക്കുന്നുണ്ട്. ആംബുലൻസ് വരും.
പക്ഷെ നമ്മുടെ വണ്ടി വരാൻ സമയമായി. ഇപ്പോൾ 10:50 കഴിഞ്ഞ്. വണ്ടി ഇപ്പോൾ വരും. കരുനാഗപ്പള്ളിയായി ഇറങ്ങി നിൽക്കുക വണ്ടി. നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇറങ്ങി വണ്ടിയിൽ. പക്ഷെ നമ്മുടെ ബസ് വന്ന് നമ്മൾ കയറി നമ്മൾ കിടക്കാൻ പോകാം. അവിടെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടാണ്. ബസ്സിൽ ഞാൻ ആദ്യമായിട്ടോ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് കണ്ണ തുറക്കാണ്ട് പോയി ഉറക്കവും വരുന്നത്. ഞാൻ ഇങ്ങനെ ബസ്സിൽ ആദ്യമായിട്ട് പോവുക. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറയും ഇതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ള. പക്ഷേ അവിടെ ഞാൻ ബസ്സിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മളിത് ഈ വണ്ടിയിൽ കിടക്കുക. നമ്മുടെ ഫോണിലത് കുത്തിയിട്ടിരിക്കുക കേട്ടോ. എല്ലാം സെറ്റ്. ബാഗും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇതിലും കണ്ടിട്ടുണ്ട് ലൈസൻസ് പ്ലേറ്റർ 3000 ഇല്ലാത്ത എൻ്റെ ഫസ്റ്റ് ദൂരയാത്രയായത്. അല്ല ഫ്ലൈറ്റ് അല്ലാതെ പോയിട്ടുണ്ട്. ഈ ബസ്സിലെ കാര്യം പറഞ്ഞേക്കാം. ബസ്സിൽ ഞാനങ്ങനെ പോയിട്ടില്ല. എനിക്ക് ബസ് പണ്ടേ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നമ്മൾ പോയല്ലേ വരുന്നുള്ളൂ. വയനാട്ടിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് പോയി കാണാം. ഇവിടുന്ന് വെളുപ്പിന് 4 മണിക്ക് കോഴിക്കോട് എത്തും. കോഴിക്കോട് നമ്മുടെ വയനാട്ടിൽ കമാൻ അവിടെ വരും കാറിൽ. അവിടെ നമ്മൾ കാറിൽ വയനാട്ടിലോട്ട് പോകും. ഓക്കെ കഴിച്ച് ഇപ്പോൾ 1 മണി അല്ല 1:30 ആയത്. ഫ്രഷ് ആവാൻ വേണ്ടി പമ്പിൽ നിർത്തിയിരിക്കുക. ഞാൻ ചെറിയൊരു മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വണ്ടിക്ക് അനക്കമൊന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്. നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ വെളുപ്പിന് 5:15 നമ്മൾ ഇവിടെ എത്താറായി കോഴിക്കോട്. നമ്മളെ വയനാട്ടിൽ നിൽക്കാമാർ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ ഇറങ്ങാൻ ഉറക്കമായിരുന്നു. ഇപ്പം ഇറങ്ങാൻ പോവാ. എത്താറായി സ്ഥലം. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങിയത്. നമ്മൾ വന്ന വണ്ടി ഇതോ പോകുന്നു. താമരശ്ശേരി കഴിഞ്ഞു. സ്വർഗക്കൊട്ടാരം അല്ലാന്റെ വീടാണിത് എന്നാണ്. നമ്മളത് ബൂസ്റ്റ് കുടിക്കുന്നുണ്ടാവും. നാട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ പക്കാട് കൊണ്ടുവന്ന് വെള്ളം, നമ്മുടെ ഡ്രസ്സ്, ബാഗ്. ഇത് നമ്മളെ കിടക്കുന്നത്. നമ്മളിപ്പോൾ വയനാട്ടിലെ ഓഫീസിലാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്ന വയനാട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അവരെല്ലാം റെഡി ആവുന്നു. ഞാനെന്തെങ്കിലും റെഡിയായി ഡ്രസ്സെല്ലാം മാറി അല്ലെങ്കിൽ വൈകിട്ട് സന്ധ്യാവാറായി പുറത്ത് പോകും. എല്ലാവരും ഇപ്പോഴാണ് ഫ്രീ ആയി. ഓഫീസിലും ജോലിക്കൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ അതിനെ ഇറങ്ങാൻ പോകും. നമ്മളെ കോഴിക്കോട് നിന്ന് വന്ന ഈ വണ്ടിയില്ല. മക്കളല്ലേ
എന്തോ ഇപ്പൊ മല്ലിപ്പൂല ഇതാണ് ഇപ്പൊ നമ്മള് ലാസ്റ്റ് വന്നത്. കാടാമല്ലിക്ക് 1 കിലോന് 300 റുപ്യ ഉണ്ട്. ഗജ്ജലി എന്ന ഒരു സൂഫി കവി ഇതിന് ഒരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും ഒരു ബോധം എപ്പോഴാ വരുന്നത്? അത് എവിടെയോ ഉള്ള നമ്മൾ വയനാട്ടിലെ വീട്ടിൽ യാത്ര പറഞ്ഞത് പോവുക. നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, നാട്ടിലോട്ട് പോവുക. ഇവിടുന്ന് നമ്മള് വയനാട് ഇരുട്ടിയല്ല. ഇവിടെ നമ്മൾ തുഷാരഗിരി പാലത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ? ഈ പാലം നമ്മൾ വന്ന വണ്ടി ഇതാ, വെള്ളം പോകുന്നുണ്ടോ? ഇവിടെ വെള്ളം ഉണ്ടാവും, നല്ല വലിയ വെള്ളം ഉണ്ടാവും.